എൻ്റെ പേര് ശാമുവൽ പി എബ്രഹാം എന്നാണ്. പാലക്കാട് ജില്ലയിലാണ് താമസിക്കുന്നത്. ഞാൻ ജോയ്സി സാമുവൽ. ഞങ്ങളുടെ വീടിങ്ങനെ ഒരു റെനോവേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പല ഡിസൈനേഴ്സായിട്ട് പലരായിട്ട് കോണ്ടാക്ട് ചെയ്തു. പിന്നീട് ഞങ്ങൾ ഇങ്ങനെ ലായൽ ഡിസൈനേഴ്സിനെ പറ്റി കേട്ടു. ഷിജി മാം ആയിട്ട് ഞങ്ങൾ സംസാരിക്കാനിടയായി. ഇവിടെ വന്നിങ്ങനെ സംസാരിച്ചപ്പം ഞങ്ങളുടെ ഒരു പ്ലാനൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം മാഡം മാഡം ഞങ്ങൾ പറഞ്ഞു മാഡം അത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി മാഡം അത് നല്ലതായിട്ട് ചെയ്യാം എന്ന് ഞങ്ങൾ സംസാരത്തിൽ വിശ്വസിച്ചു. അങ്ങനെ മാഡത്തോട് പറഞ്ഞു. മാഡം അത് ഞങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് മാഡത്തിൻ്റെ പ്ലാനിൽ തന്നെ ഇത് ചെയ്തു. പിന്നെ എനിക്ക് കിച്ചണായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയ പ്ലാനൊക്കെ മാഡത്തോട് പറഞ്ഞു, ഇന്ന സംഭവമൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം മാഡം അത് ഏറ്റവും നന്നായിട്ട് ചെയ്തു. മീൻസ് ഞാൻ ഉദ്ദേശിച്ചേക്കാളും അത് നന്നായിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് തന്നു. മനസ്സിൽ വിചാരിച്ച എമൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ഒത്തിരി ഹാപ്പിയാണ്. ഈ എന്താ പറയുക, റെനോവേറ്റ് ചെയ്തതാണെന്ന് പറയില്ല. പലരും ഇവിടെ വരുമ്പോൾ ചോദിക്കും, ഇത് റെനോവേഷൻ ചെയ്ത വീടാണോ എന്ന്. അത്രയ്ക്കും നല്ലതായിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളിപ്പോൾ വളരെ ഹാപ്പിയാണ്. എനിക്ക് കിച്ചണിൽ കയറുമ്പോൾ വളരെ ഒരു സന്തോഷമാണ്. അതിൻ്റെ എല്ലാം എന്താ പറയുക, രാവിലെ ഒരു 7 മണിയാകുമ്പോൾ എനിക്ക് അതിൽ വേറെ ലൈറ്റൊന്നും ആവശ്യമില്ല. അത് നാച്ചുറലായിട്ട് തന്നെയുള്ള ലൈറ്റൊക്കെ അതിലുണ്ട്. അത് സന്ധ്യ ആവുന്ന ആ സമയം വരെ ആ ലൈറ്റുണ്ട്. അത്രയ്ക്കും നല്ല പ്രകാശവും ആ രീതിയിലാണ് മാഡം അതിൻ്റെ വെന്റിലേഷനൊക്കെ ചെയ്ത് തന്നത്. ആദ്യം എല്ലാവരും ഞങ്ങളോട് പറഞ്ഞത് ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും, അപ്പോൾ ഇത് റിനോവേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു പക്ഷേ നന്നായിരിക്കില്ല, ഈ ഭാഗമൊക്കെ ഒന്ന് പൊളിച്ചു മാറ്റിയിട്ട് നിങ്ങൾ വേറെ പുതിയതായിട്ട് സ്ട്രക്ചർ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ പലരും ഞങ്ങളോട് അഭിപ്രായപ്പെട്ടെങ്കിലും മാഡം വന്നിട്ട് ഈ കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയില്ല, എല്ലാം കഴിയുമ്പോൾ നോക്കിക്കോളൂ, പുതിയ ബിൽഡിംഗ് പോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത് എന്നുള്ളത് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അത് പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഏത് സമയത്തും, അതായത് ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് തോന്നുന്നതിന് മുമ്പ് തന്നെ വന്ന് ഇവിടെ പണി ചെയ്തിരുന്ന അവരോട് കൃത്യമായി കാര്യങ്ങൾ പറയുകയും അതൊക്കെ കൃത്യതയോടെ ചെയ്യുകയും ചെയ്തു. ഞങ്ങൾക്കൊരു ടെൻഷൻ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞങ്ങൾ പക്ഷേ പലതിനെക്കുറിച്ചും ഇങ്ങനെ ചിന്തിച്ചു, എന്നാൽ ഞങ്ങൾക്കൊരു ടെൻഷൻ അതിനെക്കുറിച്ച് വന്നിട്ടില്ല. ഞങ്ങൾ ഉദ്ദേശിച്ചതിൽ അപ്പുറം തന്നെ അല്ലേ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞങ്ങൾക്ക് ചെയ്തു തന്നു. വളരെ നന്നായിരിക്കുന്നു. വർക്കേഴ്സ് ആയാലും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയ ഡൗട്ട് വന്നാൽ അവരത് ക്ലിയർ ചെയ്ത് നമ്മളോട് പറയും, ഇന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത്, അതിങ്ങനെയായിരിക്കും, അത് ചെയ്തു കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും. അത് അതുപോലെ തന്നെയാണ്. അല്ലാതെ അതിനൊന്നും ഒരു മാറ്റവും വന്നില്ല, ഒരു ടെൻഷൻ ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ മാഡത്തിന്റെ ഷോറൂമിൽ എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു, എടപ്പള്ളിയിൽ. അതെ. അപ്പോൾ അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ആ വർക്കൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മാഡത്തിൽ നല്ല കോൺഫിഡൻ്റ് ആയി. ഈ മാഡത്തെ ഏൽപ്പിച്ചാൽ അത് നന്നായിരിക്കുമെന്ന്. പിന്നെ അങ്ങനെ ഒരു വർക്കാണ് അവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ചെയ്തു തന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരോടും ധൈര്യം തീർത്ത് പറയാൻ പറ്റും ലായൽ ഡിസൈനേഴ്സിനെ കുറിച്ച്. ഷിജി മാമിനെ കുറിച്ച് ഞാൻ പലർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നവർ തന്നെ ഞങ്ങളുടെ കിച്ചൺ കണ്ടിട്ട് ഞങ്ങളോട് തന്നെ ഈ മാഡം എവിടെ ഉള്ള, ഈ ഡിസൈനേഴ്സ് എവിടെ ഉള്ളതെന്ന് ചോദിക്കും. ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. മാഡത്തിന് ഈ ജോലി ഏൽപ്പിച്ചോ, മാഡത്തിൻ്റെ കയ്യിൽ കൊടുത്തതെന്ന് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഞങ്ങൾ പലരോടും അത് പറയുന്നുമുണ്ട്. ഒത്തിരി പേര് പറയും റിനോവേറ്റ് ചെയ്യുമ്പം ഒത്തിരി നഷ്ടമുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി എമൗണ്ട്സ് ആകും എന്നൊക്കെ ആരംഭത്തിൽ ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്. അത് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് അങ്ങനെയൊന്നുമില്ല, ഈ പണി ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല എന്നുള്ളതാണ്. അപ്പം ഞങ്ങളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവരെന്ത് ചെയ്യണമെന്ന് അറിയാതെയൊക്കെ ഇരിക്കുന്നവരുണ്ട്. ആരെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ആര് വിശ്വസ്തയോടെ ചെയ്യും, സത്യസന്ധമായി ചെയ്യുന്നവർ ആര് എന്നൊക്കെയുള്ള ചിന്ത പലർക്കും ഉണ്ടല്ലോ. എല്ലാവരും അങ്ങനെയാണ്. എങ്കിലും ഞങ്ങളുടെ അനുഭവത്തിൽ വെച്ചാണ് ലായൽ ഡിസൈനേഴ്സിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത്.